സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് മാനസയോട് ഞാൻ സാഗർ സാറിനോടും സുജാത മേഡത്തിനോടും യാത്ര പറഞ്ഞിട്ട് പോകാം, മാഡം പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കൺമണി. ശരിക്കും കൺമണിക്ക് അവിടെ നിന്നും പോകണമെന്നില്ല കേട്ടോ. കാരണം കൃഷാണെങ്കിൽ കൺമണിയും കൂടി പോയാൽ തനിച്ചാകുമല്ലോ. ആ സമയത്ത് അവൻ എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന് പേടിയുണ്ട് കൺമണിക്ക്. പിന്നീട് വരുണിനെ കാണാനായിട്ട് അമ്മായിമാർ ആശുപത്രിയിൽ എത്തുന്നു. കൺമണി വന്നോ വീട്ടിലേക്കെന്ന് വരുൺ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അവളെ വിടില്ല. ഓഫീസിലെ മാത്രമല്ല വീട്ടിലും അവർക്ക് അവൾ തന്നെ വേണം. എന്ത് ചെയ്യണമെങ്കിലും ചെയർമാനും എം ഡിയും കൺമണിയോട് ചോദിക്കും. അവർക്ക് അവളെ ജീവനാണെന്നൊക്കെ വരുണെ ഇളക്കാൻ വേണ്ടിയിട്ട് അമ്മായിമാർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് വരുണനാകെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അവൻ പല്ലെറിമി കൺമണിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം കല്യാണം കുറച്ച് നീട്ടി വെക്കണമെന്നും ഈ അവസ്ഥയിൽ കല്യാണം നടത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മായിമാർ. പിന്നീട് കൺമണിയാണെങ്കിൽ മാനസ പോയി കഴിഞ്ഞപ്പോൾ കൃഷി കുറച്ചു മുൻപ് കാണിച്ച ദേഷ്യമൊക്കെ ഓർത്തിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം കൺമണിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് കൃഷി വരികയാണ്. കൃഷ്ണന് മനസ്സിലായിട്ടുണ്ട് സംഭവിച്ചത് കൺമണിയുടെ കുറ്റമല്ലെന്നും ഇത് മാനസ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണെന്നും ഒക്കെ. അതുകൊണ്ട് താൻ കൺമണിയോട് കാണിച്ചത് ശരിയായില്ല എന്നും അതുകൊണ്ട് കൺമണിയോട് മാപ്പ് ചോദിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് കേട്ടോ അവർ വരുന്നത്. കൃഷാണെങ്കിൽ കൺമണിയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ മറക്കണമെന്നും പറയുന്നുണ്ട്. ഇതേ സമയം കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുകയാണ് കേട്ടോ ഇരുവരും. കൃഷി തുറക്കാൻ പോകുമ്പോൾ കൺമണി കയ്യിൽ പിടിച്ച് കൃഷ്ണനെ തടയാണ്. എന്നിട്ട് പോകണ്ട സാർ, സാറിനെ ആരെങ്കിലും അപായപ്പെടുത്താൻ വരുന്നതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ് കൺമണി. പെട്ടെന്ന് സാരമില്ല കൺമണി, ഞാൻ പോയി നോക്കാം, എനിക്ക് പേടിയൊന്നുമില്ല, ജനിച്ചാൽ ഒരു ദിവസം മരിക്കേണ്ടേ കൺമണി എന്ന് പറഞ്ഞ് കൃഷി പോകാൻ ഒരുങ്ങാണ് കേട്ടോ ചെയ്യുന്നത്.